പ്രൊമോഷൻ നടത്തവും ഭയങ്കര എക്സെൻട്രിക് ആയിട്ട് മൊത്തം എക്സെൻട്രിക് ആയിട്ട് പടം കാണിച്ചിരിക്കുന്നത്. ഇത് ഓവർ ദ ടോപ്പാണ്. ഓവർ ദ ടോപ്പ് പടങ്ങൾ നമ്മൾ കാണാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ഓവർ ദ ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടവരാതെ കാണിക്കില്ലല്ലോ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം, സീൻസ്, നല്ല ഡയലോഗ്സ്, നല്ല ക്യാരക്ടേഴ്സ്, ഇതിനൊക്കെ എടുത്തിട്ട് നശിപ്പിച്ചു കളി. റെഫറൻസ് നശിപ്പിച്ചു, ലിറ്ററലി സോങ്സ് വരെ ലിറ്ററലി നശിപ്പിച്ചു. എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച് എല്ലാരും കൂടെ ചവിട്ടി കുത്താടാ. ലാലേട്ടന്റെ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, ദ വേർസ്റ്റ് കാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. അല്ല, എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കണം, ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്, ഇവരുടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരം കാണിക്കുക, അല്ലാതെ വേറെ പണിയില്ല ലാലേട്ടന്. അത് പുള്ളിയുടെ കരിയർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒന്ന് അപ്പായി വരുന്ന സമയത്ത് ഇതുപോലത്തെ അയ്യോ എന്റെ പൊന്നു ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുക. ലാസ്റ്റ് ഒരു കാട്ടിലുള്ള ഒരു സീനൊക്കെ ഉണ്ട്. എന്റെ പൊന്നും, കാട്ടിൽ കാട്ടപരാധം ലാലേട്ടന്റെ കഥ. ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? അയ്യോ, ഒട്ടിയിട്ടൊക്കെ വരുമ്പോ അത് കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്താ കാണിക്കുന്നത് കാട്ടിൽ വെച്ചിട്ട്? അപ്പുറ സൈഡിൽ പോട്ടെ, ദിലീപ് കാണിക്കുന്ന പോട്ടെ, പുള്ളിയുടെ സിനിമയാണെന്ന് വിചാരിക്കാം. ഇതിൽ കയറി ലാലേട്ടൻ കോമാളിത്തരം കാണിച്ചെന്തിനാണ്? ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? അയ്യോ, കോസ്റ്റ്യൂംസും വിഗെല്ലാം കാണാം. ചാപ്ര വിഗുലും വെച്ചിട്ട് കുറെ താടിയും കളഞ്ഞ് മീശയും വെച്ച് ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ, എന്റെ പൊന്നേ. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.